കുന്തപ്പൻ കടത്തുവള്ളം തുഴയാൻ തുടങ്ങിയപ്പോഴാണ് അന്തപ്പൻ്റെ നന്മ മനസ്സിലായതെന്ന് പറയുന്നൊരു കഥ ഞാൻ ഒരിക്കൽ ഈ വിൻഡോയിൽ പറഞ്ഞിട്ടുണ്ട്. ആദ്യം അന്തപ്പനായിരുന്നു വള്ളം തുഴയുന്നത്. അന്തപ്പൻ്റെ ഏറ്റവും വലിയ വിനോദം വള്ളം തുഴഞ്ഞ് കായലിൻ്റെ നടുക്കെത്തുമ്പോൾ അതിലുള്ള യാത്രികരെ വെള്ളം തെറ്റി ഒഴിച്ചും വള്ളം കുലുക്കിയും ഭയപ്പെടുത്തുകയും കൂടുതൽ തുക ഉറപ്പിച്ച് അക്കരെ കൊണ്ടിറക്കുകയും ചെയ്യുമായിരുന്നു. ഈ അക്കരെ ഇക്കരെ പോകാൻ അന്തപ്പൻ മാത്രമുള്ളതുകൊണ്ട് നാട്ടുകാർക്ക് വേറൊരു നിർവാഹവുമില്ലായിരുന്നു. എന്നാൽ അന്തപ്പൻ മരിച്ചു പോയപ്പോൾ കുന്തപ്പൻ മകൻ ഇതിൻ്റെ ചാർജ് എടുത്തു. എല്ലാവരും ആശ്വാസപ്പെട്ടു അന്തപ്പൻ പോയല്ലോ എന്നോർത്ത്. അവസാനം കുന്തപ്പൻ തുഴഞ്ഞു ചെല്ലുമ്പോൾ നടുക്ക് വെച്ച് ചെയ്യുന്നത് വെള്ളം മാത്രം തെറ്റി ഒഴിക്കുകയല്ല, കഴവുണ്ട് അടിയും കൊടുക്കും. അവസാനം എല്ലാവരും പറയാൻ തുടങ്ങി കുന്തപ്പനേക്കാൾ എത്രയോ നല്ലവനായിരുന്നു മരിച്ചുപോയ അന്തപ്പനെന്ന്. അതുപോലെ സെൻറ്റ് റീത്താസിലെ സിസ്റ്ററിനോട് ഞാൻ മാപ്പി ചോദിക്കുന്നു. ഒന്നുമല്ല സിസ്റ്റർ ആകെപ്പാടാ തട്ടമൊന്ന് മാറ്റാൻ പറഞ്ഞെന്നേ ഉള്ളൂ. അതിനേക്കാൾ വലിയ കൊടൂരം പിടിച്ച മനസ്സുമായിട്ടാണ് ലോകത്തിൻ്റെ ഓരോ ഭാഗങ്ങളിൽ മനുഷ്യർ ജീവിക്കുന്നത്. ഇവർക്കൊക്കെ എങ്ങനെ ഇങ്ങനെ തോന്നുന്നു എന്നെനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല. ഈ ജാതിക്കും മതത്തിനുമൊക്കെ അപ്പുറത്ത് മനുഷ്യൻ വലിയ അസ്തിത്വ പ്രശ്നം നേരിടുകയാണ്. ലോകം മുഴുവൻ പലതരം പ്രയാസങ്ങൾ. എന്നിട്ടും അതിനിടയിലൂടെ ഫോബിയകൾ വർക്കൗട്ട് ചെയ്ത് കളിക്കുകയാണ് ഓരോരുത്തരും. ദേ ഒരു പുതിയ വാർത്ത. ആ വാർത്ത വായിച്ചിട്ട് നമുക്ക് നമ്മുടെ രാജ്യത്തേക്ക് പോകണം. സിസ്റ്റർ മരിജ തജാന ജുർണോ, 35 വയസ്സേ ഉള്ളൂ, ഒരു കാത്തലിക് സിസ്റ്ററാണ്. ക്രൊയേഷ്യയിൽ വലിയ ക്രിമിനൽ കേസിന് ശിക്ഷിച്ച് ഇപ്പോൾ അന്വേഷണത്തിൻ്റെ ഘട്ടത്തിലാണ്. ഒറിജിനലി ബോസ്നിയ ഹെർസഗോവിനയിൽ നിന്ന് വന്ന ഒരു സിസ്റ്ററാണ്. നവംബർ 2029 സിസ്റ്റർ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റ് എന്താണെന്നറിയോ? നവംബർ 29 തന്നെ ഒരാൾ തെരുവിൽ വെച്ച് അല്ലാഹു അക്ബർ എന്ന് വിളിച്ചുകൊണ്ട് ഓടി വന്ന് ആക്രമിച്ചു. ആ അക്രമത്തിൻ്റെ പാടും മുറിപ്പാടുമൊക്കെ ശരീരത്തുണ്ട്. മുഖമാകെ മുറിഞ്ഞിട്ടുണ്ട്, ശരീരത്തൊക്കെ പാടുകളുണ്ട്. അവിടെ ഉടൻ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്തു. പോലീസ് അന്വേഷിച്ചു. ഇങ്ങനെ ഒരു വാർത്ത കണ്ടപ്പോൾ തന്നെ അതിൻ്റെ ഒരു പടി കൂടി കടന്നാണ് ആ വാർത്ത പ്രചരിച്ചത്. എന്താണെന്ന് വെച്ചാൽ ഒരു മൈഗ്രൻ്റ് അല്ലാഹു അക്ബർ എന്ന് വിളിച്ചുകൊണ്ട് നമ്മുടെ ഒരു സിസ്റ്ററെ കൊന്നു, അവരെ ഉപദ്രവിച്ചു, ആൾ മരിച്ചുപോയി. ഇതായിരുന്നു വാർത്ത. ക്രൊയേഷ്യ ആയതുകൊണ്ട് അവർ പെട്ടെന്ന് തന്നെ അന്വേഷണം നടത്തിയപ്പോൾ മനസ്സിലായത് എന്താണെന്നറിയുമോ? ഈ സിസ്റ്റർ തന്നെ സ്വയം ശരീരത്ത് മുറിവുണ്ടാക്കി, ശരീരത്ത് പാടുണ്ടാക്കിയിട്ട് ഇങ്ങനെ ഒരു കഥ മെനയുകയായിരുന്നു. അവർക്കെതിരെ ക്രിമിനൽ കേസെടുത്തു. അവർക്ക് വേണ്ടി ഹാജരായ വക്കീൽ പറഞ്ഞത് അവർക്ക് മാനസിക രോഗത്തിൻ്റെ ലക്ഷണമുണ്ടെന്നാണ്. നമ്മളൊക്കെ നമ്മുടെ രാജ്യത്തും ഇതൊക്കെ ഭയപ്പെടണം. എന്താണെന്ന് വെച്ചാൽ ആളുകൾ ഈ വിദ്വേഷവും ഒക്കെ ഇങ്ങനെ പേർത്തും ചിന്തിച്ച് വേറൊരു തരത്തിലേക്കായി പോയിട്ട് അവനെ എങ്ങനെ ദ്രോഹിക്കാൻ, ഏത് അവസരം എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിൽ വല്ലാത്ത പെടാപ്പാട് പെടുകയാണ്. ഏതായാലും ഈ വാർത്ത അവിടെയെല്ലാം വലിയ തരംഗമായി. ഇത് കണ്ടപ്പോഴാണ് എനിക്ക് സെൻറ്റ് റീത്താസിലെ സിസ്റ്ററിനോട് മാപ്പ് പറയണമെന്ന് വിചാരിച്ചത്. കാരണം സിസ്റ്റർ യഥാർത്ഥത്തിൽ അത് അഴിക്കണമെന്നേ പറഞ്ഞുള്ളൂ. ഇങ്ങനത്തെ കടുത്ത പണിയൊന്നും ചെയ്തില്ല. പക്ഷേ ലോകത്ത് ഇതൊക്കെയാണ് നടക്കുന്നത്. ഇത് പറഞ്ഞു വരുമ്പോൾ നമ്മൾ ഈ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളെ കൂടി ചേർത്ത് വെച്ച് വേണം ഈ വിദ്വേഷത്തിൻ്റെ കഥകളൊക്കെ നമ്മൾ ചർച്ച ചെയ്യാൻ. അതിലൊരെണ്ണം ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. അലഹാബാദ് ഹൈക്കോടതിയുടെ വിധി. അലഹാബാദ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് കൃത്യമായി ദളിത് വിഭാഗത്തിൽപ്പെട്ടവർ ക്രൈസ്തവ വിഭാഗത്തിലേക്ക് മതം മാറിയാൽ അവർക്ക് സംവരണത്തിനുള്ള അവകാശമില്ല എന്നാണ് അലഹാബാദ് ഹൈക്കോടതി പറഞ്ഞേക്കുന്നത്. ഇനി ഇപ്പോഴത്തെ പോക്കിന് സുപ്രീം കോടതിയിൽ ചെന്നാൽ എന്തു ചെയ്യും? സുപ്രീം കോടതി ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് വിധികളെല്ലാം ഭാരതീയമാകണമെന്ന്. അപ്പോൾ അവിടെ എന്താ നടക്കാൻ പോകുന്നത്? ഇതെല്ലാം കേട്ട് 2-3 പരാമർശമൊക്കെ നടത്തും. ആരാടാ ഇങ്ങനെ പറഞ്ഞ്, എന്തുവാടാ ഈ രാജ്യത്ത് നടക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് പറയും നിങ്ങൾ പിന്നോക്ക വിഭാഗ കോർപ്പറേഷന് ഒരു അപേക്ഷ കൊടുക്കുക. എന്നിട്ട് ആ അപേക്ഷയിൽ ഉടൻ തന്നെ തീരുമാനമെടുക്കാൻ സുപ്രീം കോടതി നിർദ്ദേശിക്കും. ഖതം, തീർന്നു. ഇപ്പോൾ ഇവിടുത്തെ ബെഞ്ചമിൻ കോശിയോ ആരാണ്ട് റിപ്പോർട്ട് നടപ്പിലാക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഭയങ്കര ബഹളം വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രാജ്യത്ത് ഇങ്ങനൊരു വിധി ഉണ്ടാകുന്നത്. ഇതൊക്കെ വളരെ അസ്തിത്വ പ്രശ്നമുണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. രണ്ടാമത്തെ ഒരു വാർത്ത കണ്ടില്ലേ?
ഈ തട്ടം കണ്ടു പേടിച്ചു എന്ന് പറയുന്ന മനുഷ്യർക്കിടയിലേക്ക് ഇത് കുത്തിവെക്കുമ്പോൾ എല്ലാവരിലും ഉണ്ടാകുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. ഞങ്ങൾക്ക് ക്രിസ്ത്യൻ പാട്ടുകൾ വേണ്ട. തെലുങ്കാനയിൽ 5 വയസ്സുള്ള കുട്ടികൾ പറഞ്ഞത് കേട്ട് തകർന്നു പോയി. ഒരു അധ്യാപികയുടെ വാക്കുകളാണ്. അതായത് ക്രിസ്ത്യൻ ഗാനങ്ങൾ തങ്ങളെ പഠിപ്പിക്കേണ്ടെന്ന് തെലുങ്കാനയിലെ അധ്യാപികയും സംഗീതജ്ഞയുമായ അഭിനന്ദ അഭ പത്മൻ എന്ന് പറയുന്ന ഒരു മലയാളിയാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അവർ ഞെട്ടിയെന്ന് അവരിതിൽ പറയുന്നുണ്ട്. 5ഉം 6ഉം വയസ്സുള്ള കുട്ടികൾക്കാണ് വർഗീയത നിറഞ്ഞ തരത്തിൽ ഞങ്ങൾക്ക് ക്രിസ്ത്യൻ പാട്ടുകൾ വേണ്ട എന്ന് പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇത്തരത്തിൽ കുട്ടികളെയൊക്കെ ഈ വർഗീയത എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, മതം പഠിപ്പിക്കട്ടെ. ഏത് മതത്തിൽപ്പെട്ടവരും, ഞാൻ ഒരു മതത്തിൻ്റെ കാര്യമല്ല പറയുന്നത്, ഏത് മതത്തിൽപ്പെട്ടവരും അവരവരുടെ വിശ്വാസങ്ങളും മൂല്യങ്ങളും അതിൻ്റെ ആത്മാവും പഠിപ്പിക്കട്ടെ. അതിനു പകരം എന്തിനാണ് മുസ്ലിം വിരോധം, ഹിന്ദു വിരോധം, ക്രിസ്ത്യൻ വിരോധം, അങ്ങനെ പരസ്പരം വിരോധം പഠിപ്പിച്ചത് എങ്ങോട്ടേക്കാണ് പോകുന്നത്? എവിടേക്കാണ് ഇത് കൊണ്ടുപോകുന്നത്? കുഞ്ഞുങ്ങൾക്കിടയിലുള്ള കാര്യമാണ് പറയുന്നത്. നമ്മുടെയൊക്കെ ബാല്യത്തിൽ നമുക്ക് എന്തൊരു സന്തോഷമായിരുന്നു. ഇപ്പോൾ ക്രിസ്തുമസ് വരുമ്പോൾ അതിൽ സ്റ്റാർ ഇടുന്നവരുണ്ട്, ക്രിസ്തുമസ് ഗാനങ്ങൾ ആലപിക്കുന്നവരുണ്ട്. എന്നാൽ ഇപ്പോഴും ഉണ്ട് കുറേ പേര് നിലവിളിക്കുന്നവർ. എന്തിനാ കേക്ക് മുറിക്കാൻ പോയ, ആ ആഘോഷത്തിൽ പങ്കെടുത്തില്ലേ, ഈ ആഘോഷത്തിൽ ഉണ്ടാക്കിയില്ലേ, എന്നിട്ട് എവിടെയെങ്കിലും ഈ പിന്നെ ഖദീജയുടെയും പ്രവാചകൻ്റെയും പാട്ട് കേൾക്കുമ്പോൾ ആഞ്ഞു വെച്ചങ്ങ് ഷെയറിങ് എന്ന് പറഞ്ഞാൽ മറ്റേത് ഇഷ്ടപ്പെട്ടു, ഇത് ഇഷ്ടപ്പെടില്ല. അങ്ങനെയല്ല. അവനവൻ്റെ മതങ്ങളുടെ ഉള്ളിലെ മൂല്യങ്ങളെ ഹൃദയത്തിൽ സൂക്ഷിച്ച് അതിനെ ഒരു ആത്മാവായി എടുത്ത് അത് ആത്മാവിൻ്റെ ഭാഗമാക്കി കൊണ്ടു നടക്കണം. ബാക്കിയുള്ള ഈ ബാഹ്യമായ ചേഷ്ടകളൊക്കെ അത് ഒക്കെ മെക്കാനിക്കലാണ്. അതൊക്കെ ആർക്കും ചെയ്യാം. ഇപ്പോൾ എനിക്ക് അമ്പലത്തിൽ പോയി ഇങ്ങനെ തൊഴുതുകൊണ്ട് നിൽക്കാം. പക്ഷേ ഞാനൊരു ഹിന്ദുമതത്തിൻ്റെ ആ ഒരു ചിന്ത ഉൾക്കൊള്ളുന്ന ആളാവില്ല. എനിക്ക് പള്ളിയിൽ പോയി എല്ലാവരും കാണിക്കുന്ന പോലെ കുനിഞ്ഞും നൂന്നും ഒക്കെ ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു മറിഞ്ഞു പോരാം. ക്രൈസ്തവ പള്ളിയിൽ പോയി മുട്ടുകുത്തി നിൽക്കാം. അതുകൊണ്ട് കാര്യമില്ല. ഈ കുട്ടികളെയൊക്കെ ഇങ്ങനെ വളർത്തി വലുതാക്കുക. അപ്പോൾ ഇവിടുത്തെ കുട്ടിയുടെ തട്ടം കാണുമ്പോൾ പേടി തോന്നുന്നു, അവിടുത്തെ കുട്ടി ക്രിസ്തുമസിൻ്റെ പാട്ട് പാടുന്നില്ല. ഇനി കുറച്ച് കഴിയുമ്പോൾ ഓരോ സ്ഥലങ്ങളിലും പിന്നെ ഇതൊക്കെ ചെയ്യുന്നതിൽ ഒരുപാട് മാറ്റം വരും. ഇപ്പോൾ ഉദാഹരണത്തിന് ആ സിസ്റ്റർ തട്ടത്തിൽ കയറി അഭിപ്രായം പറഞ്ഞത് വലിയ വിഷയമാക്കി. സിസ്റ്റർ നേതൃത്വം നൽകുന്ന മാനേജ്മെൻറ്റ് സ്കൂളുകളിൽ ഈ പറയുന്ന പോലെ പ്രാർത്ഥനാഗീതം അവരവരുടെ ചെല്ലുക. ആരെങ്കിലും തർക്കിക്കുന്നോ? എന്നിട്ട് കുട്ടികളെ കൊണ്ടെല്ലാം കുരിശു വരയ്ക്കുന്നുണ്ട്, വേണ്ടവരെല്ലാം വരയ്ക്കുന്നു, അങ്ങനെ ചെയ്യുന്നു. അതുകൊണ്ട് അവിടെ പഠിക്കുന്നവരെല്ലാം ക്രിസ്ത്യാനികളൊന്നും ആയി പോകുന്നില്ല. അത്തരം ചില മെക്കാനിക്കൽ സംഗതികൾ ചെയ്ത് അവർ പിരിഞ്ഞു പോവുക. പക്ഷേ ഇതിലൊക്കെ വാശിയും വൈരാഗ്യവും പരസ്പരം എടുത്താൽ ഈ സമൂഹം എവിടെ പോയി നിൽക്കുമെന്നുള്ളതിൻ്റെ തെളിവാണ്. ഏതായാലും സിസ്റ്റർ മരിജുവാന ഗുരുജുവാന ടിസാന കുസാനായ കണ്ടതിന് ശേഷം എനിക്ക് നമ്മുടെ സെൻട്രീത്ത സ്കൂളിലെ ടീച്ചറിനോട് ഒരു ഇഷ്ടം തോന്നി. അന്തപ്പനോട് കുന്തപ്പൻ്റെ പ്രവൃത്തി കൊണ്ട് ഒരു സന്തോഷവും സമാധാനവും തോന്നിയതുപോലെ.